എക്സ്പോണൻഷ്യൽ സീരീസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഡെഫിനിഷൻ പഠിക്കണേ, കാരണം ഇതിന്റെ അധികം ഒന്നും പഠിക്കാനില്ല. ഡെഫിനിഷൻ, എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. The series 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. plus x raised to n by n factorial plus etc. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial, x raised to 4 by 4 factorial, etc. x raised to n by n factorial plus etc. പിന്നെ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോവാം. ഈ ഒരു സീരീസിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസ് എന്ന് പറയുന്നത്. The series 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial, etc. x raised to n by n factorial. അപ്പൊ എന്ത് ടേം, എന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് x raised to n by n factorial ഫോമിലാണ്. ഇതിനെയാണ് is called the exponential series. Is called the exponential series. And the sum of the series is called the exponential series, and the sum of the series is denoted by e raised to x. ഇതിനെ നമ്മൾ e raised to x എന്നാണ് ഡെനോട്ടേഷൻ കൊടുക്കുന്നത്. അപ്പം ഇതാണ് എക്സ്പോണൻഷ്യൽ സീരീസിന്റെ ഡെഫിനിഷൻ. എക്സ്പോണൻഷ്യൽ സീരീസ് അല്ലെങ്കിൽ e raised to x എന്ന് പറയുന്നത് 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial, etc. x raised to n by n factorial. ഈ ഫോർമുല കാണാതെ പഠിക്കണേ. e raised to x ന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial, etc. x raised to n by n factorial and is denoted by e raised to x. അപ്പൊ നമുക്ക് x ഇനി റിയൽ നമ്പർ, x റിയൽ റാഷണൽ നമ്പറോ ഇറാഷണൽ നമ്പറോ ആണെങ്കിൽ e raised to x ന്റെ വാല്യൂ നമുക്ക് ഇതിനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് e raised to 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ e raised to 1/3 എടുത്താലും സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഈ ഫോർമുലയ്ക്ക് അത് 1/3 കൊടുത്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. അപ്പൊ √2 e raised to √2, ഇപ്പൊ ഇയുടെ വാല്യൂ 2.7 സംതിങ് ആണ്. അത് raised to √2 എടുത്താലും ഈ ഇതിനകത്ത് കൊണ്ടുപോയി നമ്മൾ 1 plus √2 by 1 factorial, √2 square by 2 factorial അങ്ങനെ കൊടുത്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. അപ്പം എക്സ് ഇനി റാഷണൽ ഇനി റിയൽ നമ്പർ, റിയലോ കോംപ്ലക്സോ ആവാം. എക്സ് എന്ന് പറയുന്നത് റിയലോ കോംപ്ലക്സോ ആണെങ്കിൽ നമുക്ക് e raised to x ന്റെ വാല്യൂ, അപ്പൊ നമുക്ക് e raised to x is equal to 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial plus etc. plus x raised to n by n factorial plus etc. ഇത് നമുക്ക് ബോക്സിൽ ഇടാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. e raised to x ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ e raised to x for real or complex we have e raised to x is equal to 1 plus x by 1 factorial, x square by 2 factorial, x cube by 3 factorial plus etc. x raised to n by n factorial. ഇതാണ് e raised to x ന്റെ ഫോർമുല. ഇനി നമുക്ക് അടുത്ത റിസൾട്ട് ആണ് e raised to x plus y എന്ന് പറയുന്നത് e raised to x into e raised to y ആയിരിക്കും. e raised to x plus y എന്ന് പറയുന്നത് e raised to x into e raised to y for all x, y. ഏത് x y എടുത്താലും e raised to x plus y എന്ന് പറയുന്നത് e raised to x into e raised to y ആയിരിക്കും. ഇത് സെക്കൻഡ് റിസൾട്ട്. e raised to x ന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതി. ഇനി e raised to, ഇനി if theta is a real number, if theta is a real number, I theta is a complex number. e raised to I theta ഇത് ഓൾറെഡി നമ്മൾ പറയുന്നതാണ്. cos theta plus I sin theta. e raised to I theta എന്ന് പറയുന്നത് cos theta plus I sin theta. അപ്പം cos theta എന്ന് പറയുന്നതിന്റെ റിയൽ പാർട്ടും sin theta എന്ന് പറയുന്നതിന്റെ ഇമാജിനറി പാർട്ടുമാണ്. Therefore, cos theta is the real part of e raised to I theta, is the real part of
പിന്നെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇ റേസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പം കോസ് തീറ്റ എന്ന് പറഞ്ഞ റിയൽ പാർട്ടും സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട്. കാരണം എ പ്ലസ് ഐ ബിക്കകത്തെ ഐയുടെ കൂടത്തിൽ വരുന്നതിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട്. കോസ് തീറ്റ ഇസ് ദ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ ആൻഡ് സൈൻ തീറ്റ ഇസ് ദ imaginary part of e raised to I theta. Cos theta എന്ന് പറയുന്നത് ഇതിന്റെ റിയൽ പാർട്ട്, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ഇമാജിനറി പാർട്ട്. അപ്പൊ നമുക്ക് cos theta e raised to I theta is equal to cos theta plus I sin theta. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. ഇനി e raised to I theta യുടെ ഫോർമുല ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos theta plus I sin theta is equal to e raised to I theta. ഇനി e raised to x ന്റെ ഫോർമുല നമ്മൾ ഇവിടെ കണ്ടു. e raised to x ന്റെ ഫോർമുല ഇതല്ലേ. അപ്പൊ ആ x ന് പകരം നമ്മൾ I theta കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് നോക്കി. e raised to x ന്റെ ഫോർമുല 1 plus x by 1 factorial x square by 2 factorial x cube by 3 factorial etc. x raised to n by n factorial plus etc. ഇവിടെ x ന് പകരം I theta കൊടുക്കുമ്പോൾ e raised to I theta ആയി. അപ്പൊ എന്ത് വരും? 1 plus I theta by 1 factorial plus I theta square by 2 factorial I theta cube by 3 factorial I theta raised to 4 by 4 factorial plus etc. plus I theta raised to n by n factorial plus etc. ഇതാണ് നമുക്ക് കിട്ടുന്നത്. e raised to I theta എന്ന് പറയുന്നത് 1 plus I theta by 1 factorial. ആ x ന് പകരം I theta കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ. അടുത്ത് എന്താ വരുന്നത്? ഐ സ്ക്വയർ തീറ്റ അല്ലെ. അടുത്ത് നമുക്ക് കിട്ടുന്നത് ഐ സ്ക്വയർ തീറ്റ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഐയുടെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1, ഐ ക്യൂബ് എന്ന് പറയുന്നത് -i, ഐ റേസ് ടു 4 1, ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 ആണ്. ഐ സ്ക്വയർ -1, ഐ ക്യൂബ് -i, ഐ റേസ് ടു 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഐ തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ തീറ്റ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1, അപ്പൊ മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് ഐ തീറ്റ ക്യൂബ്. അപ്പൊ ഐ ക്യൂബ് തീറ്റ ക്യൂബ്, ഐ ക്യൂബ് എന്ന് പറയുന്നത് -i, അപ്പൊ -i തീറ്റ ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത ഐ റേസ് ടു 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അപ്പൊ ആദ്യത്തെ 2 ടേംസ് പോസിറ്റീവ് ആയിരുന്നു, പിന്നെ 2 ടേംസ് നെഗറ്റീവ് ആണ്. അടുത്ത് ഇനി ഐ റേസ് ടു 5 ആണ്. അപ്പൊ ഐ റേസ് ടു 5 നമുക്ക് ഐ റേസ് ടു 4 ഇൻറ്റു അല്ലെ, അതുപോലെ ഞാൻ എഴുതിയേക്കാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഐ റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഐ റേസ് ടു 4 ഇൻറ്റു ഐ ആണ്. അപ്പൊ അത് ഐ തീറ്റ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ. അടുത്തത് ഐ റേസ് ടു 6. ഐ റേസ് ടു 6 ഐ സ്ക്വയറിന് തുല്യമാണ്. അപ്പൊ എന്ത് വരും? മൈനസ് തീറ്റ റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. ഐ ക്യൂബ് ആവുമ്പോൾ -i തീറ്റ റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ. അടുത്തത് 8 വരുമ്പോൾ തീറ്റ റേസ് ടു 8 ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിങ്ങനെ പോകും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്തെ ഓൾട്ടർനേറ്റ് ടേമുകളുടെ അകത്ത് ഐ ടേം ഉണ്ട്, ഓൾട്ടർനേറ്റിനകത്ത് ഐ ഇല്ല. അപ്പൊ നമ്മൾ ഐ ഉള്ള ടേംസ് ഒരുമിച്ചും ഐ ഇല്ലാത്ത ടേംസ് ഒരുമിച്ചും എഴുതുവാണെങ്കിൽ ആദ്യം നമുക്ക് ഐ ഇല്ലാത്തത് എടുക്കുവാണെങ്കിൽ ഇവിടെ ഐ ഇല്ല. 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അടുത്തത് മൈനസ് തീറ്റ റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഐ ഇല്ലാത്ത ടേമുകൾ എടുക്കുവാണ് ചെയ്തത്. ആദ്യത്തെ ടേം 1, രണ്ടാമത്തത് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് തീറ്റ റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. അടുത്തത് തീറ്റ റേസ് ടു 8 ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് നമുക്ക് അതിന്റെ റിയൽ പാർട്ട് മാത്രം. ഇനി നമുക്ക് അതിന്റെ ഇമാജിനറി പാർട്ട് ഉണ്ട്. അതായത് ഇതിന്റെ അകത്ത് നമ്മൾ ഐ ഇല്ലാത്ത ടേമുകളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. ഇനി പ്ലസ് ഐ ഉള്ള ടേംസുകൾ എടുക്കുമ്പോൾ ഐ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പ്ലസ് ഐ ഇൻറ്റു നമുക്ക് ഇവിടെ ഐ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ടേം തീറ്റ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? മുമ്പത്തെ ക്ലാസ്സിൽ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഔട്ടായി പോയായിരുന്നു. അപ്പം നമുക്ക് ഐ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഐ പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്താ? തീറ്റ.
ഇവിടെ മൈനസ് തീറ്റ ബൈ 3 ഫാക്ടോറിയൽ ഐ കൊണ്ട് ഐ പുറത്തെടുത്തു മൈനസ് തീറ്റ ബൈ തീറ്റ ക്യൂബാണ് ഞാൻ ഇവിടെ ക്യൂബ് വിട്ടു പോയത് മൈനസ് തീറ്റ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അടുത്ത എന്താ വരുന്നത് പ്ലസ് ഐ തീറ്റ റേസ് ടു 5 അപ്പൊ ഐ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട് തീറ്റ റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ അടുത്തത് എന്തായിരിക്കും മൈനസ് തീറ്റ റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റ് ടേംസ് ഇവിടെ നോക്കിയേ മൈനസ് മൈനസ് ഓൾട്ടർനേറ്റ് ആണ് ഇവിടെ മൈനസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതും ഇമാജിനറി പാർട്ട് ഇതും കിട്ടിയത് അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റയുടെ റിയൽ പാർട്ട് കോസ് തീറ്റ ഇമാജിനറി പാർട്ട് സൈൻ തീറ്റ അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും അപ്പൊ നമ്മൾ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് equating real and imaginary parts ഇപ്പൊ നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇത് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇത് വരും അപ്പൊ റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ടിലെ കോസ് തീറ്റ 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ തീറ്റ റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ minus theta raised to 6 by 6 factorial, theta raised to 8 by 8 factorial, etc. ഇതാണ് cos theta എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് sin theta വരും. sin theta എങ്ങനെയാ വരുന്നത്? sin theta എന്ന് പറയുന്നത് ഇത് ഇമാജിനറി പാർട്ടാണ്. അപ്പം sin theta is equal to ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ theta minus theta cube by 3 factorial, theta raised to 5 by 5 factorial minus theta raised to 7 by 7 factorial plus etc. അപ്പൊ നമുക്ക് sin തീറ്റയും cos തീറ്റയും കിട്ടി ഇപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ e raised to x ന്റെ ഫോർമുലയ്ക്കകത്ത് e raised to I തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos തീറ്റയുടെയും sin തീറ്റയുടെയും വാല്യൂസ് കിട്ടി